സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് ഒന്നാം സ്ഥാനം ആർക്കന്നെ? എന്തിനാണ് സ്വാലിഹായ മനുഷ്യന്റെ വായിലിട്ട് കടിച്ചു വെക്കണോ? എന്റെ ഉമ്മമാരെ, അസ്മാ ബീവിയുടെ ജ്യേഷ്ഠത്തി, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പോകുമ്പോൾ അതാ എല്ലാവരും മദീനയിലേക്ക് പോയി എന്ന വാർത്ത കേട്ടപ്പോൾ അസ്മാ ബീവിക്ക് പ്രസവത്തിന്റെ സമയം അടുത്തു വരികയാണ്. ഗർഭം 9ലേക്ക് കടന്നിട്ടുണ്ട്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി ഇല്ലാത്ത ഒരു മക്കം എനിക്ക് സഹിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി ഉള്ളത് മദീനത്തല്ലേ, ഇനി ഞാനും മദീനത്തേക്ക് പോകട്ടെ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് നടക്കാൻ ഒരുങ്ങി. 9 മാസം ഗർഭമാകുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ നടന്നു. മദീനയുടെ അതിർത്തി സ്ഥലത്ത് റസൂലുള്ളാഹി തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമുണ്ട്, ഖുബാ. ആ ഖുബാ എന്ന സ്ഥലത്ത് നബി തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്ത് അസ്മാ ബീവി എത്തി. അപ്പോഴേക്കും പ്രസവത്തിന്റെ വേദന കൂടി. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഖുബായിൽ വെച്ച് പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ ഉടനെ ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് അസ്മാ ബീവി തന്നെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുഹദറത്തിൽ ചെന്നു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി ചോദിച്ചു, അസ്മാ, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അസ്മാ ബീവി കാരക്ക എടുത്തു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ആ കാരക്ക വായിലിട്ട് കടിച്ച് ചവച്ച് പാകപ്പെടുത്തി. ആ കുട്ടിക്ക് റസൂലുള്ള പേര് വെച്ചു അബ്ദുല്ലാഹ് എന്ന കുട്ടിക്ക് പേര് വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയിൽ പ്രസവിച്ച ആദ്യത്തെ കുഞ്ഞാണ് അസ്മാ ബീവിയുടെ മോന് അബ്ദുല്ലാഹ് എന്ന കുട്ടി. റസൂലുള്ളാഹിയാണ് പേര് വെച്ചത് അബ്ദുല്ലാഹ്. വസമ്മിതു ലക ബിസ്മിൻ കാഫിരിൻ ബിരിള കസ്മിൻ നബി വഅബ്ദില്ലാഹി ഔകഹുമാ. മക്കളെ, നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുട്ടികൾക്ക് പേര് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി സൂചിപ്പിക്കുന്ന പേര് വെച്ചോ, അള്ളാഹിന്റെ പൊരുത്തത്തെ അറിയിക്കുന്ന പേര് വെച്ചോ. ഇന്ന് നമ്മൾ പേര് വെക്കാം, പല പേരുണ്ട്. ഞാനെല്ലാം കൂടി പറയുന്നില്ല. ഉമ്മാന്റെ പേര് സെറീന, പാപ്പാന്റെ പേര് മൂസ. അപ്പൊ അതിലാ സാന്ന് കൊടുത്ത് ഇതിനാ മൂസ എന്ന് കൊടുത്ത്, രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോൾ കൂട്ടിന്റെ പേര് സമൂസ. നമ്മൾക്കിന്ന് പരിഷ്കാരം കൂടിയതാണ്. ഒരു മനുഷ്യൻ ബസ് ആക്സിഡന്റ് ഉണ്ടായി, ആക്സിഡന്റിൽ മരണപ്പെട്ട ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ പേപ്പർ നോക്കുമ്പോഴോ ഒറ്റയൊന്നും മുസ്ലിമാണോ അല്ലേ മരിച്ചത് എന്ന് തിരിയുന്നില്ല. കാരണം സാൻവാസ് സൂട്ട് കേസ് എന്നൊക്കെ കുട്ടികളെ പേര്. പിന്നെ ഇത് ആർക്കും മയ്യത്ത് നിസ്കരിക്കാൻ? അള്ളാഹുവിന്റെ റസൂല് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹ് എന്ന് പേര് വിളിച്ചു. റസൂലുള്ളാഹിന്റെ വായിലിട്ട് കടിച്ച് ചവച്ച് പാകപ്പെടുത്തിയിരിക്കുന്ന കാരക്ക ആ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്താണ് ഇതിനർത്ഥം? എന്താണ് സ്വാലിഹീങ്ങളെ വായിലിട്ട് ചവച്ചത് വെക്കണമെന്ന് പറഞ്ഞത്? സ്വാലിഹീങ്ങൾ ആരാണ്? സ്വാലിഹീങ്ങൾ എപ്പോഴും അല്ലാഹ് 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 എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങൾ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അപ്പൊ അവരുടെ വായിലുള്ള ഉമിനീര് എപ്പോഴും അല്ലാഹ് അല്ലാഹ് എന്ന് കലർന്നതാണ്. സ്വാലിഹായ മനുഷ്യന്റെ വായിൽ വെച്ച് കടിച്ച് ചവച്ച് പാകപ്പെടുത്തിയത് കുട്ടിക്ക് ആദ്യത്തെ ഭക്ഷണമായി മധുരം കൊടുക്കേണ്ടത് എന്തിന്? ഒരു കുട്ടിയുടെ ആമാശയത്തിലേക്ക് ആദ്യം എത്തുന്ന ഭക്ഷണം അല്ലാഹ് എന്ന് കലർന്ന ഉമിനീരായിരിക്കണം. കണ്ടോ, ശരീരത്തിന്റെ ഭക്ഷണം കുട്ടിയുടെ ആമാശയത്തിലേക്ക് എത്തുന്നത് അല്ലാഹ് എന്ന് കലർന്ന ഉമിനീരാണ്. ആ കുട്ടിയുടെ കാതിലേക്ക് ആദ്യമായി അലച്ചത് അല്ലാഹ് എന്നതാണ്. അപ്പോൾ അവന്റെ ആത്മാവിനും അല്ലാഹ്, അവന്റെ ശരീരത്തിനും അല്ലാഹ്. ഇതാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിയന്ത്രണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അല്ലാഹ് അല്ലാഹ് എന്നത് നമ്മുടെ ശരീരത്തിലുമായും കണ്ട നിങ്ങൾ അല്ലാഹ് എന്ന് ചെവിയിലൂടെ കേൾപ്പിച്ചപ്പോൾ ശരീരമൊട്ടാകെ അല്ലാഹ് എന്ന് ആത്മാവിലായി. അവന്റെ ആമാശയത്തിലേക്ക് സ്വാലിഹായ മനുഷ്യന്റെ ഉമിനീര്, അതിന് വലിയ വിലയുണ്ട്. അതാണല്ലോ നമ്മളൊക്കെ ഖുർആൻ ഉദാഹരണം. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് തുപ്പണം തോന്നി. എന്നാൽ ഖുർആൻ ഓതുന്ന ആൾ ബാത്റൂമിലേക്ക് തുപ്പാൻ പാടില്ല. ഖുർആൻ ഓതുന്ന ആൾ മാലിന്യത്തിലേക്ക് തുപ്പാൻ പാടില്ല. എന്തേ? ഖുർആൻ കലർന്നിരിക്കുന്ന ഉമിനീരാണ് അവൻ തുപ്പുന്നത്. അത് നജസിലേക്ക് തുപ്പരുത് എന്നാണ് മഹാന്മാരുടെ വിധി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്രയധികം അതിന് ബഹുമാനമുണ്ടെങ്കിൽ നാം അത് ശ്രദ്ധിക്കണം. അല്ലാഹു അല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്,
അതിന്റെ പൂർത്തീകരണത്തിൽ വരുന്ന അല്ലാഹ് എന്ന ദിക്റുകൾ ജീവിതത്തിൽ കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു. കുറഞ്ഞു വരുന്തോറും സൂര്യൻ, ചന്ദ്രൻ, ഭൂമി അതിന്റെ കറക്കത്തിനൊക്കെ മാറ്റം, കാലാവസ്ഥയിൽ മാറ്റം വന്നു. മഴ കാലമല്ലാത്ത സമയത്ത് മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊക്കെ ഭൂമിയിൽ വരാൻ പോകുന്ന എപ്പോൾ അല്ലാഹ് എന്ന നിയന്ത്രണത്തിൽ നിന്ന് ആ അല്ലാഹ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. നാം ആരും അല്ലാഹുവിനെ കണ്ടിട്ടില്ല, നാം ആരും അല്ലാഹുവിനെ കേട്ടിട്ടില്ല, നമുക്കാർക്കും അല്ലാഹുവിനെ തൊട്ടു നോക്കാൻ കിട്ടുകയില്ല, നമുക്കാർക്കും അല്ലാഹുവിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കണ്ണ് അല്ലാഹുവിനെ കാണാൻ പറ്റിയതല്ല, നമ്മുടെ കാത് അല്ലാഹുവിനെ കേൾക്കാൻ പറ്റിയതല്ല. അല്ലാഹു തആല കഴിവ് നമുക്ക് തന്നിട്ടില്ല. പിന്നെയോ അല്ലാഹ് എന്ന ഉടമസ്ഥന്റെയും അടിമകളായ നമ്മുടെയും ഇടക്ക് അല്ലാഹുവിനെ പഠിപ്പിക്കാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കി തരാൻ, അല്ലാഹുവിനെ അനുസരിക്കാൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അറിയിക്കാൻ, അല്ലാഹുവിന്റെ വിരോധനകൾ നമ്മെ ബോധ്യപ്പെടുത്താൻ അല്ലാഹ് എന്നത് നമുക്ക് പഠിപ്പിച്ചു തരാൻ നമ്മുടെയും അല്ലാഹുവിന്റെയും ഇടക്ക് അല്ലാഹു നിശ്ചയിച്ച മധ്യവർത്തി, അല്ലാഹു നിശ്ചയിച്ച ശുപാർശകൻ, അല്ലാഹു നിശ്ചയിച്ച പ്രവാചകൻ, അല്ലാഹു നിശ്ചയിച്ച നബി, അല്ലാഹു നിശ്ചയിച്ച മാതൃകാ പുരുഷൻ എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒക്കെ